സ്ട്രാറ്റജികളാണ് ഒരു മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം എന്നാണ്. എത്ര നന്നായിട്ട് ഓരോ സെഗ്മെന്റിലേക്കും ടാർഗറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജികൾ കൊണ്ടുവരുന്നവർ വിജയിക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇത്രയേ ഉള്ളൂ. കറക്റ്റ് സ്ട്രാറ്റജി ഓപ്പറേറ്റ് ചെയ്ത് മുഴുവൻ ഗെയിമുകളാണ്. മാർക്കറ്റിംഗും സെയിം തന്നെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒക്കെ ഒരു CEO ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഇവിടുത്തെ പല പാർട്ടിയുടെ നേതൃത്വം അവർക്കൊക്കെ അഡ്വൈസേഴ്സ് ഉണ്ട്. നമ്മുടെ വിചാരം ഇവർക്ക് ചുമ്മാ അവർക്ക് വായിത്തോന്ന് പറയുന്നതാണ്. അല്ല, അവർക്ക് ഭയങ്കര പ്രൊഫഷണൽ അഡ്വൈസേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ PR ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പോപ്പിക്കുട, ജോൺസ് രണ്ടും ഒന്നിച്ച് പ്രവർത്തിച്ചു വരും. ഇപ്പോഴും ഒന്നിച്ചാണ്. പോപ്പിക്കുടയുടെ ഓഫീസിൽ പോയാൽ അന്നേരം അപ്പുറം കയറിയിട്ട് പോകണമെന്ന് പറയും. അവരെന്താ ചെയ്ത സ്ട്രാറ്റജി എന്താണ്? മാർക്കറ്റിൽ ഇവർ തന്നെ വേറൊരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്തു. ഇല്ല, വേറെ കോമ്പറ്റീറ്റർ വരും. വേറെ കോമ്പറ്റീറ്റർ വരാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്തതാണ്. ഉദാഹരണം പറഞ്ഞാൽ പല ആൾക്കാർ ഇവിടെ ഒരു കട തുടങ്ങിയിട്ട് നമ്മൾ അപ്പുറത്തെ ഇപ്പുറത്തേനോട് കോമ്പറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നതെന്നാന്ന് പറയും. ഇവൻ്റെ കോമ്പറ്റീഷനെ ഇവർ തന്നെ ഉണ്ടാക്കും. അപ്പുറം ഒരു കട വന്നിട്ട് ഇവരെക്കാൾ നല്ല ഞാനെന്നും പറഞ്ഞ് അവിടെ വെച്ച് അവിടുത്തെ എംപ്ലോയിക്കൊന്നുമില്ല. എംപ്ലോയിക്ക് ഇത് അവൻ്റെ ടാർഗറ്റ് അച്ചീവ് പറ്റില്ല. അവൻ പറയും ആ കടയിൽ നിന്ന് മേടിക്കരുത്, എൻ്റെ കടയിൽ നിന്ന് മേടിക്കണം എന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് വർക്ക് ചെയ്തോളും. അപ്പം ഇതിനിടയ്ക്ക് വേറൊരു കോമ്പറ്റീറ്റർ കയറി വരികയില്ല. കണ്ട എല്ലാവരും ചീത്ത പറയാല്ല. പുള്ളിയുടെ ആ ഒരു വേഷവും ഡാൻസും വൃത്തികേടും വായ തുറന്ന വൃത്തിയുടെ പറയുള്ളൂ. ഈ ഇതൊക്കെ കാണുമല്ലേ, എല്ലാവർക്കും ഒരു അരോചകമായിരുന്നല്ലോ അദ്ദേഹത്തിന് സംസാരിക്കുന്നതിനെ കേട്ട്. എത്ര പെട്ടെന്ന് പുള്ളി ഹീറോ ആയി മാറിയത്. ഹീറോ എന്ന് മാറുന്നില്ല. ഉടനെ പിറ്റേ ദിവസം രാവിലെ പുള്ളി തേയിലപ്പൊടിയോ കാപ്പിപ്പൊടിയോ ഇറക്കി. ഈ സാധനം മുഴുവൻ ആൾക്കാരും എല്ലാ ദിവസവും വൈകുന്നേരം ഗിഫ്റ്റ് 10 ലക്ഷം രൂപ ഓരോരുത്തർക്കും കൊടുക്കുക. പുള്ളി ഒരൊറ്റ ദിവസം ഒരു 50 ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് ഒരു ദിവസം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതൊക്കെ സ്ട്രാറ്റജി. അതിനൊക്കെ PR ടീമുകളുണ്ട്. അതായത് ഒരു ഇമേജ് നശിച്ചു പോയ, ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ ഉണ്ട്. ഇമേജ് നശിച്ചു പോയിട്ടുള്ള ഒരാളെ ഇമേജ് റീബിൽഡ് ചെയ്യുന്ന ബിസിനസ്സുണ്ട്. അവരതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അതിനനുസരിച്ച് ചിലപ്പോൾ ചാരിറ്റി ആയിരിക്കും, ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് രണ്ടാമത് ഇവരെ പഴയതിൻ്റെ 100 ഇരട്ടി വലിയ ലെവലിലേക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിംഗ് ടീമുണ്ട്. എന്ന് പറയും ഇതെല്ലാം മാർക്കറ്റിംഗാണ്. കൃഷി എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ്. അങ്ങനെ കാണണം. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പോലെ രാജ്യങ്ങളൊക്കെ ഇത്രയും കൃഷിയിൽ വളർന്നതിൻ്റെ കാരണം എന്താണ്? ഒരു പ്യൂർ ബിസിനസ്സായിട്ടാണ് കാണുന്നത്. അത് ബിസിനസ്സാണ്. അത് പലർക്കും മനസ്സിലാകുന്നില്ല. അയ്യോ ഞാൻ കൃഷിക്കാരനാണ്, ഞാൻ ബിസിനസ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സല്ലേ. കാരണം നമ്മളൊരു ഒരേക്കർ സ്ഥലമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 1 ഏക്കർ ഉള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. അങ്ങനെ ചിന്തിച്ച് നോക്കി. 1 ഏക്കർ ഉള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ആ മാനുഫാക്ചറിങ് യൂണിറ്റ് എത്ര നന്നായിട്ട് മാനേജ് ചെയ്യുന്നു, എന്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. ഒരു പ്ലാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു മരമാണെന്ന് നമുക്കറിയാം. അതിനേക്കാളും ചക്ക മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയാണ്. അങ്ങനെ ചിന്തിച്ച് നോക്കി. ചക്ക മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയാണ് പ്ലാവ്. തേങ്ങ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയാണ് തെങ്ങ്. ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കി. ഈ പല പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് കൃഷിക്കാരൻ. ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിലൊക്കെ അവരുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കൃഷി ചെയ്ത 15 വർഷമേ ഉള്ളൂ. 15 വർഷത്തിൻ്റെ ഏറ്റവും പീക്ക് പ്രൊഡക്ഷനുള്ള സമയത്ത് അവർ കൃഷി ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കുക, കഴിഞ്ഞ് വെട്ടി ദൂരെ കളഞ്ഞ് ചുവട്ടെ വെട്ടിയിട്ട് വീണ്ടും റീപ്ലാന്റ് ചെയ്യും. 15 വർഷം പീക്ക് പെർഫോമൻസ് കിട്ടുന്ന അത്രയും സമയം അവർ ഉപയോഗിക്കുകയുള്ളൂ. അമ്പലങ്ങളോ പള്ളികളോ ആണെങ്കിൽ പോലും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തതിൽ നിൽക്കത്തില്ല. ഏതൊരു ബിസിനസ്സും ഒന്നെങ്കിൽ ലാഭത്തിൽ പോകും, അല്ലെങ്കിൽ നഷ്ടത്തിൽ പോകും. ഈ നേർവരയിൽ ഒരിക്കലും ഒരു ബിസിനസ്സും പോവുകയില്ല. ഒന്നെങ്കിൽ ഗ്രാഫ് ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങോട്ട് പോകും. ഒരിക്കലും ഒരു ഗ്രാഫ് ഒരു ബിസിനസ്സും ഇങ്ങനെ പോകത്തില്ല. ഇങ്ങോട്ടല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. ഒരിക്കലും ഈ നേർവരയിൽ ഇങ്ങനെ പോകത്തില്ല ഒരു ബിസിനസ്സും. അപ്പോൾ ഇങ്ങോട്ട് പോകാതിരിക്കണം, ഇങ്ങോട്ട് സാധനം തിരിച്ചു വിട്ടേ പറ്റുള്ളൂ. അമ്പലമാണേലും പള്ളിയാണേലും ഏതാണേലും. അപ്പോൾ പ്രോഫിറ്റബിളായിട്ട് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റബിൾ അല്ലാതെ ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രോഫിറ്റബിലിറ്റി മാത്രമായിരിക്കരുത് പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടർ. സെയിൽസിൽ പറയുന്നൊരു വാക്കുണ്ട്, ഫീച്ചർ ബെനിഫിറ്റ് എന്ന് പറയും. ഫീച്ചർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഒരു കസ്റ്റമർ വരുവാണ്, ഞാൻ പറയുവാണ് ഈ മൊബൈലിന് 128 ഇതുവരെ നമുക്ക് മെമ്മറി ഉണ്ട്. സാധാരണ ഫോണിനേക്കാളും കൂടുതൽ ആണ്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 8 മണിക്കൂർ ഇതിന് ചാർജ് ചെയ്താൽ 8 മണിക്കൂർ നിൽക്കും. ഇതാണ് ഞാൻ പറയുന്നത്. ഇത് ജപ്പാനിൽ ഉണ്ടാക്കിയതാണ്. കാരണം ജപ്പാനൊക്കെയാണല്ലോ ഒരു സാധനം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ജപ്പാൻ മേക്കാണ് ഇത്. 8 മണിക്കൂർ ചാർജ് നിൽക്കും. 128 മെമ്മറി വളരെ കൂടുതലുണ്ട്. ഇത് പറയുന്നത് ഫീച്ചറാണോ ബെനിഫിറ്റാണോ? അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞത് പോയിന്റുകൾ പലതും ഫീച്ചറിനകത്ത് വരുന്ന. അതായത് ഒരു കസ്റ്റമർ ഫീച്ചർ നോക്കിയല്ല, ബെനിഫിറ്റ് സോ വാട്ട്. എപ്പോഴും നമ്മൾ എന്ത് പറയുമ്പോഴും സോ വാട്ട് എന്നാണ് എപ്പോഴും ഒരു കസ്റ്റമറുടെ മനസ്സിൽ വരുന്ന ചിന്ത. അതായത് നമ്മൾ പറയുവാണ്, ഇപ്പോൾ ഒരാളോട് പറയുവാണ് ഇത് ഉഗ്രം ഗ്ലാസ്സാണ്, ഇതിന് 120 ഡിഗ്രി ടെമ്പറേച്ചർ
വേണേലും ഇതിന് യാതൊരു കുഴപ്പമില്ല, ഇത് പൊള്ളുകയില്ല, ഇതെല്ലാം ഞാൻ ഒരു ഗ്ലാസ് വിൽക്കാൻ വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഞാൻ നിങ്ങളോട് ഗ്ലാസ് വിൽക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറയുകയാണ് ഇതൊരു 125 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ഇതിന് യാതൊരു കുഴപ്പമില്ല, ഈ ഗ്ലാസ് പൊട്ടുകയില്ല, പിടിക്കാൻ നല്ല സുഖമാണ്, കാപ്പി ഇതിനകത്ത് കുടിക്കുന്നത് വളരെ നല്ല ടേസ്റ്റുള്ള കാപ്പി കുടിക്കാം. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ കാപ്പിയെ കുടിക്കാത്ത ആളായിരിക്കും. പിടി കിട്ടിയോ? ഈ കാപ്പി കുടിക്കുന്ന കോഫി ലവറാണെങ്കിൽ ഈ പറയുന്നത് ഞാൻ കാപ്പിയെ കുടിക്കാത്ത ആളാണെങ്കിൽ അതിനാണ് നോ യുവർ കസ്റ്റമർ. അവർക്ക് എന്താണ് വേണ്ടെന്ന് മനസ്സിലാക്കാത്ത നമ്മൾ പാത്രം കമത്തി വെച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പുള്ളിയുടെ അത്രയും മൊബൈലിനെ കുറിച്ച് നോളജുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ കാണിയല്ല. പുള്ളിയുടെ കസ്റ്റമറാണ് മമ്മൂട്ടി എന്നല്ല പോലുള്ള പ്രീമിയം ആൾക്കാരൊക്കെ. പക്ഷേ ഈ പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ വാങ്ങത്തില്ല. കാരണം എന്താണെന്നറിയോ? അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരു മൊബൈൽ എടുക്കണമെന്ന് വിചാരിക്കുക, ഉടനെ പുള്ളി സാറേ ഇത് മൊബൈൽ നോക്കുന്നത് എന്നിട്ട് പറയും. അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ പുതിയ ഏതാന്താന്ന് ചോദിക്കുമ്പോൾ പുള്ളി ഒരു 10 മൊബൈലിൻ്റെ ഇപ്പോൾ ഉള്ളതും ലേറ്റസ്റ്റ് വന്നതും ഇനി ഒരു 6 മാസത്തിനകം വരാൻ പോകുന്നൊരു 10 മൊബൈലിൻ്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ പറയും. സാറേ അതാണെങ്കിൽ ഇത്ര ഇതാണ് ഇങ്ങോട്ടെന്ന് പറയും. ഇത് കേട്ട് നിൽക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളിനി ഒന്നാമത്തെ കാര്യം ഇത് ഏതെടുക്കണമെന്ന് നമ്മളെ സംബന്ധിച്ച് അറിയേണ്ടത്. നമുക്ക് കോള് കുഴപ്പമില്ലാതെ ചെയ്യണം, അത്യാവശ്യം മെമ്മറി ഉണ്ടാകണം, നമ്മുടെ ഉപയോഗം വാട്സാപ്പ് അയക്കുക അല്ലെ മെയിൽ ചെക്ക് ചെയ്യുക, ഇതുപോലത്തെ സാധനങ്ങൾ. ഇതിനെക്കുറിച്ചല്ല പുള്ളി പറയുന്നത്, ഇതിനകത്തെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. ഈ ഫീച്ചർ കണ്ടിട്ട് ഒരിക്കലും ഒരാൾ മേടിക്കത്തില്ല. അതേ സാധനത്ത് എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു കൊച്ചൊരു പയ്യൻ ഒരു മൊബൈൽ കട ചെല്ലുമ്പോഴത്തേന് അവൻ ആദ്യം തന്നെ ഒരാളെ നോക്കും, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഏതാണെന്ന് നോക്കും, ഏകദേശം നമ്മുടെ ഒരു റേഞ്ച് ഏതായിരിക്കും എന്ന് മനസ്സുകൊണ്ട് അയാൾ ജഡ്ജ് ചെയ്യും. സാറ് എങ്ങനത്തെ ഒരു ഫോണാണ് നോക്കുന്നത് ചോദിക്കും. സാറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അത് പറയുകയാണെങ്കിൽ ഞാൻ അതിന് പറ്റുന്നൊരു സാധനം തരാമെന്ന് പറയും. ആദ്യം അങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരിക്കും അദ്ദേഹം തേടുന്നത് എന്ന് മനസ്സിലാക്കും. സാറിന് ഇപ്പം എന്തൊക്കെയാണ് ഉപയോഗം? സാറിന് കോളാണോ കൂടുതൽ, വാട്സാപ്പാണോ കൂടുതൽ, അല്ലെങ്കിൽ ഇതാണോ മെയിലാണോ കൂടുതൽ? ഇതിൻ്റെ എല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ഈ ഫോൺ കൊണ്ട് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിന് സൂട്ടബിളായൊരു പ്രൊഡക്റ്റ് സാറിന് പറ്റുന്ന സാധനം ഞാൻ തരാം നമ്പർ നേരെ അകത്തെടുത്തുകൊണ്ട് ഒരു സാധനം കൊണ്ട് കാണിച്ചാൽ മറ്റൊരു ഇത് മേടിച്ചുകൊണ്ട് പോകും. ഇതേ സാധനത്തിൽ ഒരു 15 എണ്ണത്തിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ പറയുന്നെങ്കിലോ ഇതിനകത്ത് ഏതാണ് എനിക്ക് സൂട്ടബിൾ എന്നോ ഇതെന്തിനാണെന്നോ ഇതിനകത്ത് എത്ര റാമാണെന്നോ എത്ര സാധനമാണെന്നോ അറിയാൻ മേലാത്തവരാണ് നോർമൽ ആൾക്കാർ. അവർ തിരിച്ചു പോകത്തേ ഉള്ളൂ, കച്ചവടം നടക്കത്തില്ല. ഏരിയ കച്ചവടക്കാർ ഭയങ്കര ക്രൈസിസിലാണ്. പല ആൾക്കാർക്കും ജോലി കൊറോണയുടെ സമയത്ത് തന്നെ 1 ലക്ഷം പേരുടെ ബിസിനസ് പൂട്ടിപ്പോയിട്ടുണ്ടെന്നാണ് കണക്ക്. 1 ലക്ഷം ബിസിനസ് പൂട്ടിപ്പോയിട്ടുണ്ട്. ഇവർക്കൊന്നും ഈസിയല്ല. ഒരു 50,000 നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ വിട്. ഒരു കുടുംബം ഇന്നത്തെ കാലത്ത് പോകണമെങ്കിൽ ഇന്നാളെ ഒരാൾ പറഞ്ഞല്ലോ പട്ടിണി കിടക്കണേ 50,000 രൂപ വേണം. ഒരു 50,000 രൂപ ഇൻകം ഇല്ലാതെ എന്നൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് വെറും ഒരു 2 വീലർ ഉപയോഗിച്ച് ജീവിക്കാൻ പോലും ഒരു 50,000 രൂപ വേണം വരുമാനം. എത്ര ഇവർക്കില്ല. അപ്പോൾ അത്രയും മാർക്കറ്റുണ്ട്. ഒരു സിംഗിൾ ഒരു ഡോർ, ഒരൊറ്റ ഷോപ്പ്, ഒറ്റ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക്കാണ്. ഒരു ഔട്ട്ലെറ്റ് കടകളാണ് സാധാരണ ആൾക്കാർ ഇവിടെ നടത്തുന്ന ബിസിനസ്സുകൾ. അതേ സ്ഥാനത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മൈജി അവർക്ക് 100ഓളം ഔട്ട്ലെറ്റ് ഉണ്ട്, പിട്ടാപ്പള്ളിയിൽ 100ഓളം ഔട്ട്ലെറ്റ് ഉണ്ട്. ഇങ്ങനെ എന്തിനാ ഇവരുടെ ഈ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൻ്റെ കാരണം എന്താ? എന്തിനാ ഈ 100 ഔട്ട്ലെറ്റിലും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുക? ഇതിനകത്ത് ഇവരിത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ബിസിനസ്സിൻ്റെ സാധാരണ ഒരു ബിസിനസ്സിൻ്റെ 2-3 സ്റ്റേജുകളുണ്ട്. ഒന്ന് ചെറുകിട ഒരു ബിസിനസ്, ഒരു സ്മോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടിയും ഉടമസ്ഥൻ തന്നെ ചെയ്യുന്ന ഒരവസ്ഥ. ഒരു ബേക്കറി തുടങ്ങി, ചെറിയൊരു കട തുടങ്ങി, എല്ലാ പരിപാടിയും ഉടമസ്ഥൻ തന്നെ ചെയ്യുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബിസിനസ് ഓണറിൻ്റെ പേര് രാജു എന്നാന്ന് വിചാരിക്കുക. രാജു എന്ന് പറഞ്ഞ ഒരാൾ കട തുടങ്ങി. ഇതിനകത്ത് ആക്ച്വലി ബിസിനസ്സാണോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, രാജു ആണോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? രാജു ആണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുകയല്ല. രാജു എന്ന് പറഞ്ഞ ഒരാളാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ, കട്ടൻ വലി മുതൽ അവസാനം കട അടച്ചു പോകുന്നത് വരെ രാജുവിൻ്റെ ഇല്ലെങ്കിൽ 2 മാസം പനി പിടിച്ച് കിടന്നാൽ കഥം. ഇതാണ് നോർമൽ ബിസിനസ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വളർന്നിട്ടുള്ളവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് വ്യത്യാസമല്ല. ഇത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരൊരാൾ ചെയ്യുന്ന പല ആൾക്കാരെ കൊണ്ട് ചെയ്യാവുന്ന ലെവലിലേക്ക്, ഇത് ചിലപ്പോൾ എംപ്ലോയി ആയിരിക്കാം, അല്ലെ ബ്രാഞ്ചുകളായിരിക്കാം, അല്ലെ ഫ്രാഞ്ചൈസികളായിരിക്കാം, കൂടുതൽ ആൾക്കാർക്ക് സെയിം പാറ്റേൺ ചെയ്യുന്ന ലെവലിലേക്ക് ഇതിനെ സ്കെയിലപ്പ് ചെയ്യും. അതുകൊണ്ട് ഗുണം എന്താണ്? ഈ രാജു കുറച്ച് അറിവ് വെച്ചിട്ട് ഈ മോഡൽ ബിസിനസ്സിലേക്ക് മാറിയാൽ, ഇത് രാജു ആണെന്ന് വിചാരിക്കാം, നാളെ രാജുവിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേറെ ആൾക്കാരെ എംപവർ ചെയ്തിട്ടുണ്ട്. ഈ ഔട്ട്ലെറ്റൊക്കെ നടക്കുന്ന ബിസിനസ് രാജുവിൻ്റെ ബിസിനസ് തന്നെയാണ്. ഇത് പനി പിടിച്ചാൽ തീരാവുന്ന ബിസിനസ്സേ ഉള്ളൂ.
ഇവിടെ രാജു പകരക്കാരനെ കണ്ടെത്തി. ബിസിനസ്സിന് ഈ ഔട്ട്ലെറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ രാജുവിന് പനി പിടിച്ചാൽ ഇൻകം നിൽക്കുകയല്ല. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ പ്രോസസ്സിലൂടെ പ്രവർത്തിക്കുള്ളൂ. ഇത് ചില പ്രോസസ്സൊന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം അന്നേരത്തെ കാര്യത്തിന് അന്നേരം തീരുമാനത്തിൽ രാജു തന്നെ ഇത് കൊണ്ടുപോവാണ്. പക്ഷേ ഇതൊരു ഒന്നിലധികം ആൾക്കാർ പ്രവർത്തിക്കണം. ഇതിനകത്ത് പ്രോസസ് ഡ്രിവൺ ആയിരിക്കണം. സിസ്റ്റം ബിൽഡ് ചെയ്യണം. ആ സിസ്റ്റം ബിൽഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആബ്സൻസ് പ്രവർത്തിക്കുകയുള്ളൂ. സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാറ്റേൺ. ഒരു കമ്പനിയിൽ ഒരു ഇപ്പം ഹോളിഡേയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഇല്ലെങ്കിലും ഹോളിഡേയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു പ്രോസസ്സ് ഉണ്ട്, അത് സിസ്റ്റത്തിലുണ്ട്. അടുത്ത ആൾ വന്നിട്ട് കസേര ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് ജസ്റ്റ് ഫോളോ ചെയ്യാത്ത മാത്രം മതി. അല്ലാതെ ഇവർ അന്നേരം കാണുന്ന പ്രശ്നത്തിന് അന്നേരം സൊല്യൂഷൻ ഉണ്ടാക്കിയില്ല. ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് എല്ലാവരും അതിനകത്തേക്ക് വന്നങ്ങ് പ്രവർത്തിക്കുക. ഒരു മിഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തിപ്പിക്കുന്നതിനകത്ത് ഒരാൾ വന്നില്ലെങ്കിൽ ഈ മിഷൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അന്നേരം ഇൻകം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് വലിയ ബിസിനസ്, ചെറിയ ബിസിനസ്സുകൾ, വലിയ ബിസിനസ്. ഇൻവെസ്റ്റ്മെൻറ്റ് വ്യത്യാസമല്ല. ഐഡിയ കുറവുകൊണ്ടാണ് ഇവർ തന്നെ ഇവിടെ നാട്ടിലെ തന്നെ ടേൺ ഓവർ ഉണ്ടെന്ന് പറയുന്ന ചില ബിസിനസ്സുകൾ പോലും ഇങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ തലയിലാണ് ബിസിനസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബിസിനസ്സാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ രാജു മാത്രമാണ്. ഇവിടെ ബിസിനസ്സാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ രാജു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ഒരിക്കലും ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. രാജു ചിലപ്പം കുറേ കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, ചിലപ്പോൾ ലോസ് ആയിരിക്കും, ചിലപ്പോൾ കാശ് ഉണ്ടാക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു സ്റ്റേജ് രാജു പെടും. അന്നേരം ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഞാനതൊക്കെ ഒരുമാതിരിപ്പെട്ട പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അനുഭവത്തിൽ തന്നെ ഇഷ്ടം പോലെ പറയാനുണ്ട്. അതുകൊണ്ട് പറയാം. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പുള്ളി എംപ്ലോയി ആയിരുന്നു. ആ കമ്പനിയുടെ തന്നെ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നടക്കുക. 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെയാണ് പുള്ളി സോപ്പ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്, ക്യാഷ് പേയ്മെൻ്റ് ആണോ? ഇല്ല, ക്യാഷ് ഉടനെ കിട്ടുകയില്ല. പല സ്ഥലത്തും ബിൽ ടു ബില്ലാണ്. രണ്ടാമത്തെ സപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ കാശ് തരും. ഈ പണിയൊക്കെ ഞാൻ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസൻ ലാസ്റ്റ് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഇതൊക്കെ നമ്മൾ എത്രയോ 30 കൊല്ലം മുമ്പ് നിർത്തിയ സാധനത്തിനെ കുറിച്ചാണ് അദ്ദേഹം തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ 30 കൊല്ലം മുമ്പ് നിർത്തിയതാണ്. ഞാൻ ചിന്തിച്ചതാണ്, എന്നെങ്കിലും ഒരു കാലത്ത് എനിക്ക് ഓടാൻ മേലാത്തൊരവസ്ഥ വരുമ്പോൾ ഈ മാർക്കറ്റിൽ കിടക്കുന്ന കാശ് ആർക്ക്? വീട്ടിലുള്ളവർ ഇവർ കളക്ട് ചെയ്യുമോ? ഇവർക്ക് അവർ കൊടുക്കുമോ? അടുത്ത സാധനം കൊടുത്താൽ പഴയ സാധനത്തിന് പകുതി പൈസ തരും. 10,000 രൂപ തരാൻ കിടക്കുന്ന ഒരു കടക്കാരൻ അടുത്ത സാധനം വീണ്ടും ഒരു 8,000 രൂപയുടെ സാധനം കൊടുക്കാമെങ്കിൽ ഇയാൾ 3,000 രൂപ തരും. ഇപ്പം എത്രയായി? പിന്നെ ഈ 15 പിന്നെ കിട്ടാൻ വേണ്ടി, ഇതിന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വീണ്ടും അവന് അടുത്ത 5,000 രൂപയുടെ ഓർഡർ തരും. അന്നേരം 2,000 രൂപ തരും കൊടുത്താൽ. ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കും. സാധനം സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ തരുള്ളൂ. അടുത്ത സാധനം മേടിച്ച് അവരുടെ കസ്റ്റഡി വെച്ചതിന് ശേഷം പൈസ കൊടുക്കുകയുള്ളൂ. ഇതൊക്കെയാണ് പുറത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സൊക്കെ. കൊറോണയ്ക്ക് എല്ലാ കടയും ഇവിടെ അടച്ചു കിടക്കും, അതുപോലെ കിടക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനൊരു ലോറി ട്രക്ക് ലോഡ് തന്നെ സാധനം കൊണ്ടുവന്നിട്ട് പുള്ളിക്ക് നേരത്തെ പറഞ്ഞാൽ കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല. രാവിലെ മുതൽ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇടിച്ച് നിൽക്കുവാണേ. പുള്ളിയുടെ അന്നേരം വരുന്നൊരു ചോദ്യം ചോദിക്കുമല്ലോ. സ്വാഭാവികമായിട്ട് മേടിക്കാൻ വരുന്നവരെല്ലാം 10,000, 20,000 രൂപയുടെയും 30,000, 50,000 സാധനം മേടിച്ചുകൊണ്ട് വരാം. കാരണം കൊറോണയപ്പം ബാക്കി ഒരുമാതിരിപ്പെട്ട കടകളെല്ലാം പൂട്ടി കിടക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരുന്നത് ഈ ചെടിയും ഇങ്ങനത്തെ പരിപാടികളാണ്. ലാസ്റ്റ് ഈ പുള്ളി കസ്റ്റമർ സാധനം മേടിക്കാൻ രാവിലെ മുതൽ വന്നവർ ഉച്ചയ്ക്ക് 2 മണിയായിട്ട് പോലും കിട്ടിയിട്ടില്ല. രാവിലെ 8 മണിക്ക് വരാൻ പുള്ളി പറഞ്ഞിട്ട് പലരും ചെന്നതാണ്. നമ്മൾ അവിടെ പോയി നിന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞിട്ട് പോലും കൊടുത്തു വരുന്നിട്ടില്ല. പുള്ളി ചീത്ത പറയും. അപ്പോൾ ആൾക്കാർ പറയും ഞാൻ രാവിലെ വന്നതാണ്, ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പം തന്നെ ഞങ്ങൾക്കുള്ള തന്നെയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പുള്ളി വരുന്നവരെ ചീത്ത വിളിക്കുക. അതായത് ഞാൻ വെട്ടപ്പോഴും പല്ല് തേച്ചിട്ടില്ല, രാവിലെ ഇവിടെ വന്നതാണ്, നിങ്ങൾ സമാധാനം എന്താ മറ്റേ മറിച്ചാന്ന് കസ്റ്റമർ അവിടെ വന്ന് കാശുമായിട്ട് നിൽക്കുന്നവരോട് പറയാം. ഞാൻ അന്നേരം പുള്ളിയെ മാറ്റി നിർത്തി പറഞ്ഞേ, നിങ്ങൾക്ക് ദൈവദോഷം കിട്ടും. ബാക്കിയുള്ള കടക്കാരൻ മുഴുവൻ ഇവിടെ പൂട്ടിക്കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ പൈസയായിട്ട് കസ്റ്റമർ ഇവിടെ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്ക് അവർക്ക് സമാധാനമായിട്ട് സാധനം എടുത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. വേറെ ആളെ വെച്ച് പെട്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ആമ്പിളൊരു ബിസിനസ് കൊണ്ടുപോകും. സിമ്പിളാണ്. കസ്റ്റമർ രാവിലെ 8 മണി മുതൽ അവിടെ നിന്നിട്ട് ആഹാരം കഴിക്കാതെ നിന്നിട്ട് പുള്ളി ആഹാരം കഴിച്ചിട്ടില്ല. പുള്ളി ആഹാരം കഴിക്കാത്ത കസ്റ്റമർ എന്തിനാ അറിയുന്നത്? വേറെ ഒന്നും കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യത്തിന് എല്ലാവരും ഇതിനകത്തേക്ക് തിരിഞ്ഞതോടുകൂടി ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പകരം സ്റ്റാഫിനെ എടുക്കുക, സംവിധാനം ഉണ്ടാക്കാതെ രാവിലെ മുതൽ വെട്ടം വീണ് വരെ നിൽക്കുന്ന കസ്റ്റമറോട് പറയുവാണ്, ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല, നിങ്ങളൊന്നും പല്ല് തേച്ചിട്ടില്ലേ വന്നത് കസ്റ്റമർ. അല്ല, അത് നമുക്കറിയാൻ മേലാത്തതുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഇവിടെ എങ്ങനെ നടക്കുന്നത്. ഒരു ബിഗ് ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്ലെറ്റ്സ് കൂടണം. ഇതിനെ സിസ്റ്റമൈസ് ചെയ്യണം, പ്രോസസ്സ് ഉണ്ടാക്കണം. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഒരുപോലെ, നമ്മളും നമ്മുടെ കൂടെ വരുന്നവർ ചെയ്യുന്നതും പറയുന്ന ലാംഗ്വേജ് ഒരുപോലെ ആയിരിക്കണം. അത് വന്നാൽ മാത്രം ഓരോരുത്തർ ഓരോ തരത്തിൽ ചെയ്താൽ ഒരിക്കലും സിസ്റ്റം ആവുകയില്ല. ഒരു വലിയ ബിസിനസ് നിൽക്കുന്നത് ഓരോരുത്തരും ഓരോ തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ഒരു പാറ്റേൺ, വിജയകരമായ ഒരു പാറ്റേൺ ഉണ്ടാക്കി ആ പാറ്റേൺ എല്ലാവരും അതേപടി കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക. എല്ലാവരും പറയുന്ന ഒന്നായിരിക്കണം, ചെയ്യുന്ന ഒരുപോലെ ആയിരിക്കണം, ഒരേ രീതിയിലുള്ള ചിന്താഗതി, ഒരേ രീതിയിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ സാധനം നമ്മൾ നാളെ മാറി എന്നാൽ ഇത് നിൽക്കത്തില്ല. ഓരോരുത്തരും അവരുടെ രീതി മേക്കൊന്നും നമ്മൾ ചെയ്യുന്നെങ്കിൽ ഒരിക്കലും സിസ്റ്റം ആകത്തില്ല. ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നു, ആ പാറ്റേൺ എല്ലാവരും അതേപടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് സിസ്റ്റം ബേസ്ഡ് ബിസിനസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ രാജുവായിട്ടായിരിക്കും തുടങ്ങുന്നത്.
പക്ഷേ എത്രയും പെട്ടെന്ന് ഒരു സിസ്റ്റം ബേസ്ഡ് ബിസിനസ് ആക്കി നമ്മൾ മാറണം. സിസ്റ്റം ബേസ്ഡ് ബിസിനസ് ആകണമെങ്കിൽ ഏറ്റവും പ്രധാന കാര്യം നമ്മളും നമ്മളോടൊപ്പം ഒരു മാറക്കട നടത്താൻ സിസ്റ്റം ആവശ്യമില്ല. കാരണം ഒരു ഇൻഡിവിജ്വൽ മാത്രം വിചാരിച്ചാൽ അന്നേരം കാണുന്ന കാര്യത്തിന് അന്നേരം തീരുമാനം എടുത്ത് പോവുകയാണ്. അങ്ങനെ സിസ്റ്റം ആവശ്യമില്ല. ഒന്നിലധികം ആൾക്കാർ വരുന്നിടത്ത്, കൂടുതൽ ആൾക്കാരെ എൻഗേജ് ചെയ്യുന്നിടത്ത് സിസ്റ്റം ആവശ്യമാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഉണ്ട്. അടുത്ത സ്റ്റേജാണ് ഓട്ടോമൈസ് ചെയ്യാന്ന് പറയും. നമ്മൾ പോലും ആവശ്യമില്ല, തന്നെ വർക്ക് ചെയ്യും. ഓട്ടോമൈസ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, ഒരു കസ്റ്റമർക്ക് പേയ്മെൻറ്റിന് കോളിന് നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. പേയ്മെൻറ്റ് ഇപ്പം നാളെയാണ് കോളെങ്കിൽ നിങ്ങൾക്കൊക്കെ പല ആൾക്കാരും ഇവിടുന്ന് കോൾ വരാറില്ല. ഇപ്പം ഇതിന് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് അടയ്ക്കണം, അന്ന് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. തന്നെ നമ്മളെ ഓർപ്പിക്കും, വിളിക്കും, നാളെയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡേറ്റ്. ഇതൊക്കെ ഇതുപോലെ കസ്റ്റമറെ പേയ്മെൻറ്റിന് നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും സിസ്റ്റത്തിൽ. അതിനെ ഓട്ടോമൈസ് ചെയ്യാന്ന് പറയും. ഒരു ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്ന ഒരു കടക്കാരനെ പോലും ഓട്ടോമൈസ് ചെയ്ത സമയത്ത് തന്നെ കോൾ പോകും. സാറേ നാളെയാണ് ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞ് ഓട്ടോമൈസ് ചെയ്യാനുള്ള സംവിധാനം വരെയുണ്ട്. ഇതാണ് നെക്സ്റ്റ് തേർഡ് സ്റ്റേജ്. ഒരു ബിസിനസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടാൽ ഒരാൾക്ക് കമ്പ്യൂട്ടർ ബില്ലടിക്കുന്നു, ആ ബില്ലിൻ്റെ ക്രെഡിറ്റ് പീരീഡ് ഒരു മാസം കടം കൊടുക്കുന്ന ഒരാൾക്ക് 28ാം ദിവസം തന്നെ കോൾ പോകും. മറ്റന്നാളാണ്, അതിൻ്റെ ആൾ ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അടുത്ത സ്റ്റേജിലെ ബിസിനസ്.